ആ വീരയോദ്ധാവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും അയാളുടെ പടയ്ക്ക് ഇന്നേ വരെ അത്രത്തോളം നാശനഷ്ടങ്ങളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. എന്നാൽ രാവണനെ പോലും പരാജയപ്പെടുത്തിയ കാർത്തവീര്യാർജുനൻ തൻ്റെ സൈന്യവും തൻ്റെ സഖ്യത്തിൽ കൂടെ നിന്ന രാജാക്കന്മാരുമെല്ലാം ഒരാളുടെ മഴുവിൽ വീഴുന്നത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം അദ്ദേഹത്തിലുണ്ടായി. ആ കോപത്തിൻ്റെ ഫലമായി കാർത്തവീര്യാർജുനനും പരശുരാമനും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. ഈയൊരു സംഭവ വികാസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് ഈ നടക്കാൻ പോകുന്നത്. ഈ രണ്ടുപേർ ഏറ്റുമുട്ടുമ്പോൾ, ഒരാളെന്ന് പറയുമ്പോൾ ദത്താത്രേയ മഹർഷിയുടെ ശിഷ്യൻ, മറ്റൊരാളെന്ന് പറയുമ്പോൾ സാക്ഷാൽ ദേവദേവനായ മഹാദേവൻ്റെ ശിഷ്യൻ. ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. പരശുരാമൻ എന്ന ഈ സീരീസിൻ്റെ 3-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. കാർത്തവീര്യാർജുനൻ്റെ സേനയിലുള്ള ശസ്ത്രത്തിലും ശാസ്ത്രത്തിലും ജ്ഞാനിയായിട്ടുണ്ടായിരുന്ന സുചന്ദ്രൻ എന്ന രാജാവും അദ്ദേഹത്തിൻ്റെ മകനായ പുഷ്കരാക്ഷനും പരശുരാമന് മുന്നിൽ പതിച്ചത് കണ്ടപ്പോൾ കാർത്തവീര്യാർജുനന് അത്രത്തോളം കോപമുണ്ടായി. പരശുരാമൻ്റെ അടുത്തേക്ക് വരാൻ ഇപ്പോൾ സൈനികർക്കൊക്കെ നല്ല ഭയം. എന്നാൽ പെട്ടെന്നാണ് പരശുരാമൻ്റെ ചുറ്റിനും ഭയന്ന് നിന്ന സൈനികരുടെ മുഖത്ത് ഒരു ചിരി, ഒരു ധൈര്യം, പ്രതീക്ഷയുടെ അവസാനത്തെ ഒരു വെളിച്ചം അവരുടെ മുന്നിൽ തെളിഞ്ഞതുപോലെ ഒരു ശബ്ദം കേട്ടത്. ഒരു രഥമാണ് വരുന്നത്. പക്ഷേ ആ ശബ്ദം കേട്ടാൽ രഥമല്ല, എന്തോ വലിയൊരു മലയിളകി വരുന്ന ശബ്ദം. ഒരു കൊട്ടാരത്തിൻ്റെ രാജധാനി പോലെ തോന്നിക്കുന്ന ഒരു വലിയ രഥം. ആ രഥത്തിൻ്റെ സൈസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറം. ആ രഥം വലിക്കുന്നതാകട്ടെ 100 കണക്കിന് കുതിരകൾ, അതായത് അസംഖ്യം കുതിരകൾ വലിക്കുന്ന ഒരു വലിയ രഥം. സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നതിനേക്കാട്ടിയും വലിയൊരു രഥം. ആ രഥം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ രഥത്തിനെ നിയന്ത്രിക്കാൻ ഒന്നൊന്നുമല്ല, അതിൽ കൂടുതൽ ആളുകളുണ്ട്. ആ രഥത്തിൻ്റെ ചക്രം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭീകരമായിട്ടുള്ള ചക്രം. ഗാംഭീര്യത്തോടുകൂടി പ്രതിയോഗിയെ അത്രത്തോളം കോപത്തോടുകൂടി തീക്ഷ്ണമായ രീതിയിൽ നോക്കിക്കൊണ്ട് നിന്ന കാർത്തവീര്യാർജുനന് 1000 കൈകളുമുണ്ട്. ആ 1000 കൈകളും ഇങ്ങനെ വിരിച്ചു വെച്ച് ഭയാനകമായിട്ടുള്ളൊരു നിപ്പ് കാർത്തവീര്യാർജുനൻ നിൽക്കുന്നു. എതിരാളി മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായും ഭയന്നു പോയനെ. പക്ഷേ ഇവിടെ ഭയന്നില്ല. കാരണം എന്താണ്? പരശുരാമൻ. കോടാലിയും വീശി പരശുരാമൻ നേരെ ഒന്നും ചിന്തിക്കാതെ കാർത്തവീര്യാർജുനന് നേരെ പാഞ്ഞു. കാർത്തവീര്യാർജുനനാകട്ടെ കോപം സഹിക്കാനായില്ല. എന്നാൽ അടുത്ത നിമിഷം കാർത്തവീര്യാർജുനൻ ചെയ്തത് സാധാരണഗതിയിൽ ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. 1000 കൈകളുണ്ടല്ലോ. അപ്പോൾ വലത്തെ സൈഡിൽ 500 കൈ, ഇടത്തെ സൈഡിൽ 500 കൈ. വലത്തെ സൈഡിലെ 500 കൈകളിൽ 500 അസ്ത്രങ്ങൾ അങ്ങെടുത്തു. ഇടത്തെ സൈഡിലെ 500 കൈകളിൽ 500 വില്ലുകളും എടുത്തു. എന്നിട്ട് ഒരുമിച്ച് തൊടുത്ത് മന്ത്രം ജപിച്ചങ്ങ് എയ്തു. ഒരസ്ത്രം തന്നെ ചിലപ്പോൾ പല അസ്ത്രങ്ങളായി പോയിട്ടുണ്ടാവും. അപ്പം പോകുന്ന അസ്ത്രങ്ങളുടെ ആ ഒരു എണ്ണവും ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഈ അസ്ത്രങ്ങൾ ഇങ്ങനെ പാഞ്ഞു വരുന്നത് കണ്ടു. പരശുരാമൻ്റെ മുഖത്ത് യാതൊരുവിധ ഭാവമാറ്റവും ഇല്ല. പരശുരാമൻ ഉടനെ തന്നെ തൻ്റെ മഴ മാറ്റി കയ്യിൽ ശക്തമായിട്ടുള്ള ആ വില്ലെടുത്തു, ദിവ്യമായിട്ടുള്ള ആ വില്ലെടുത്തു. ആ ദിവ്യജാപം കയ്യിലെടുത്തതിന് ശേഷം അമ്പൊടുങ്ങാത്ത ആവനാഴിയിൽ നിന്ന് അസ്ത്രങ്ങളെടുത്ത് വെക്കുന്നതും തൊടുക്കുന്നതും എയ്യുന്നതും മിന്നൽ വേഗത്തിൽ. കാർത്തവീര്യാർജുനൻ എത്ര അസ്ത്രങ്ങൾ അയക്കുന്നുവോ ആ അസ്ത്രത്തെ എല്ലാം പരശുരാമൻ ശിഥിലമാക്കുന്നത് പോലത്തെ അസ്ത്രപ്രയോഗം. ചുറ്റിനുമുള്ള ആളുകൾ കണ്ടു നിൽക്കുന്നൊരു കാഴ്ച. ഒരാൾ നിലത്ത് നിന്നങ്ങോട്ട് അസ്ത്രങ്ങൾ അയ്യുന്നു. അത് മന്ത്രജപത്തോടുകൂടി പല പല അസ്ത്രങ്ങൾ. ഒരസ്ത്രം തന്നെ 50-100 അസ്ത്രമായി മാറുന്നു. കാർത്തവീര്യാർജുനൻ അവിടെ നിന്നുകൊണ്ട് അങ്ങനത്തെ ഒരു അക്രമം കാണിക്കുന്നു. ഈ അസ്ത്രങ്ങൾ വന്ന് കൂട്ടിമുട്ടുന്ന ശബ്ദവും തവിടുപൊടിയായിരിക്കുന്ന തെറിക്കുന്ന ശബ്ദവും. മറ്റുള്ള യോദ്ധാക്കൾ അവരുടെ ദേഹത്തൊന്നും ഇത് കൊള്ളാതിരിക്കാനായിട്ട് പരിചയ പൊക്കി പിടിച്ചുകൊണ്ട് പല സൈഡിലോട്ട് ഓടുക. ഇവരിങ്ങനെ നിന്ന് പോരാടുന്നതിനും ചുറ്റും ആളുകൾ ഇവർ പോരാടുന്നതിനനുസരിച്ച് ഇങ്ങനെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള പോരാട്ടം. ഈ പോരാട്ടം കൂടിക്കൂടി വന്നപ്പോൾ പരശുരാമനും കലി കയറുന്നു, കാർത്തവീര്യാർജുനനും കലി കയറുന്നു. കാർത്തവീര്യാർജുനൻ ചുറ്റിനും നോക്കി. പരശുരാമൻ ഒറ്റയ്ക്ക് വെട്ടി വീഴ്ത്തിയേക്കുന്നത് എൻ്റെ സൈന്യത്തിനെ. പല പല രാജാക്കന്മാരുടെ കൊടികൾ അവിടെ അറുത്ത് വീണ് കിടക്കുന്നു. പല രാജാക്കന്മാരും കബന്ധങ്ങളില്ലാതെ കിടക്കുന്നു. കുറേ രാജാക്കന്മാർ എവിടെയൊക്കെയാണ് വീണ് കിടക്കുന്നതെന്നറിയാൻ വയ്യ. അത്രയും നാശനഷ്ടങ്ങൾ ഒറ്റയ്ക്കൊരാളിങ്ങനെ കാണിച്ചു കൂട്ടിയേക്കുന്നത് കണ്ടപ്പോൾ കാർത്തവീര്യാർജുനൻ അത്രയും കലി വന്നു, അത്രയും ദേഷ്യം വന്നു. ദേഷ്യം സഹിക്കാനാകാതെ കാർത്തവീര്യാർജുനൻ തൻ്റെ വില്ലുയർത്തി. എന്നിട്ട് മന്ത്രജപം നടത്തി. ആ വില്ല് പിറക്കോട്ട് വലിച്ചപ്പോൾ ആ വില്ലിൽ എന്തൊക്കെയോ രൂപമാറ്റങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെയോ ഊർജ്ജം ഉണ്ടാകുന്നു. പക്ഷേ ആകാശത്തിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാകുന്നത്. ആകാശത്തിൽ അത്രത്തോളം എഫക്റ്റുകൾ ഉണ്ടാകുന്നു, ഇടിമിന്നലുകൾ ഉണ്ടാകുന്നു, താപനില ഉയരുന്നു. ആകാശത്തിൽ നിന്നും ഒരു അസ്ത്രം ഈ വില്ലിലേക്ക് രൂപമാറ്റം വന്ന് കയറി. ആ അസ്ത്രത്തിൻ്റെ രൂപം കണ്ടാൽ അറിയാം അത് ബ്രഹ്മാസ്ത്രമാണെന്ന്. ഈ ബ്രഹ്മാസ്ത്രം തൊടുത്തിങ്ങനെ വെച്ചിരുന്ന സമയത്ത് തന്നെ അന്തരീക്ഷത്തിൽ അത്രയും എഫക്റ്റ് ഉണ്ടായി.
കാരണം ഈ ബ്രഹ്മാസ്ത്രം കാർത്തവീര്യാർജുനന് കിട്ടിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്നല്ല. കാർത്തവീര്യാർജുനന് അനുഗ്രഹങ്ങൾ മുഴുവനും ലഭിച്ചത് ദത്താത്രേയനിൽ നിന്നാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് പറയുന്നില്ല, അപ്പോൾ മിക്കവാറും ഈ ബ്രഹ്മാസ്ത്രവും ദത്താത്രേയനിൽ നിന്ന് തന്നെ ആയിരിക്കണം കാർത്തവീര്യാർജുനന് കിട്ടിയത്. എന്ന് തന്നെയാണെങ്കിലും ശക്തമായ ബ്രഹ്മാസ്ത്രം. ഈ ബ്രഹ്മാസ്ത്രം തൊടുത്തു വെച്ച സമയത്ത് പരശുരാമൻ അവിടെ നിന്നുകൊണ്ട് മന്ത്രം ജപിക്കാനൊരുങ്ങി. കാർത്തവീര്യാർജുനൻ പരശുരാമനെ ലക്ഷ്യമാക്കി ഈ ബ്രഹ്മാസ്ത്രം ചെയ്തു. ഈ സമയം ക്ഷണനേരം കൊണ്ട് പരശുരാമൻ തൻ്റെ ദിവ്യമായിട്ടുള്ള വില്ലിൽ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആ ഞാണ് പിറക്കോട്ട് വലിച്ചപ്പോൾ അഷ്ടദിക്കുകളും തിളങ്ങി, ആകാശവും ഭൂമണ്ഡലവും വിറകൊണ്ടു. അവിടെയും ദിവ്യമായിട്ടുള്ളൊരു അസ്ത്രമുണ്ടായി, ബ്രഹ്മാസ്ത്രം തന്നെ. പരശുരാമന് ബ്രഹ്മാസ്ത്രം ലഭിച്ചത് ആരിൽ നിന്നാണ്? സാക്ഷാൽ ദേവദേവനായ മഹാദേവൻ പരമശിവനിൽ നിന്ന്. മഹാദേവൻ നൽകിയ ബ്രഹ്മാസ്ത്രം. ആ ബ്രഹ്മാസ്ത്രം പരശുരാമൻ്റെ വില്ലിൽ ആവാഹിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ എഫക്റ്റും ചുറ്റിനും കാണാൻ ഒരുങ്ങി. വരുന്ന ബ്രഹ്മാസ്ത്രത്തെ തടുക്കുവാനായി പരശുരാമൻ തൻ്റെ വില്ലിൽ നിന്ന് ബ്രഹ്മാസ്ത്രം അയച്ചു. ഈ 2 ബ്രഹ്മാസ്ത്രങ്ങളും ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരുന്നപ്പോൾ 2 ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഉണ്ടാകുന്ന ഊർജം എല്ലാ ലോകങ്ങളിലും എഫക്റ്റ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. 3 ലോകങ്ങളിലും പാതാളത്തിലും എഫക്റ്റ് ഉണ്ടാക്കി. ഭൂമിയിൽ എഫക്റ്റ് ഉണ്ടാക്കുന്നു, പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ 2 ബ്രഹ്മാസ്ത്രങ്ങൾ കൂട്ടിമുട്ടിയാൽ പ്രശ്നമാകും എന്ന് പരശുരാമന് തോന്നി തുടങ്ങി. കാർത്തവീര്യാർജുനൻ കലിയടങ്ങാതെ നിൽക്കുന്നു. ഈ സമയം പരശുരാമൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഓർക്കുകയാണ്. പരശുരാമൻ ഇവിടെ ശ്രീകൃഷ്ണനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ശ്രീകൃഷ്ണൻ അവതാരമെടുക്കുന്നതിന് മുൻപ് തന്നെ പരശുരാമനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഗോലോകം എന്നൊരു ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗോലോകത്തിൽ ശ്രീകൃഷ്ണനും രാധയും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ലോകമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പൂർണ്ണ നാരായണനാണ്, 100% നാരായണനാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ പരശുരാമനുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൽ കാർത്തവീര്യാർജുനനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് അങ്ങോട്ട് പോകുമ്പോൾ കഥയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചപ്പോൾ പരശുരാമന് ആ സമയത്ത് പ്രോപ്പറായിട്ട് പരശുരാമൻ ചിന്തിക്കുവാണ്, ഞാൻ ഈ ബ്രഹ്മാസ്ത്രത്തെ നിയന്ത്രിച്ചേ മതിയാവുള്ളൂ. കാരണം പരശുരാമൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സാധാരണ ഒരാളല്ല, സാക്ഷാൽ ശ്രീമൻ നാരായണൻ്റെ അവതാരമാണ്. അപ്പോൾ എൻ്റെ സ്വാർത്ഥ ആഗ്രഹങ്ങളെ കാട്ടിയും ഞാൻ സംരക്ഷണം എനിക്കുള്ളതാണ്, എൻ്റെ ധർമ്മമാണ് സംരക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടി എനിക്ക് കാർത്തവീര്യാർജുനൻ്റെ ബ്രഹ്മാസ്ത്രത്തെ എൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് പ്രഹരിക്കാം, എനിക്ക് ജയിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ലോകനന്മയ്ക്ക് വേണ്ടിയും ചിന്തിക്കണം എന്ന് പരശുരാമൻ ചിന്തിച്ചു. എല്ലാത്തിനുമുള്ള റൈറ്റ് പരശുരാമൻ ഇവിടെ ഉണ്ട്. കാരണം മര്യാദയ്ക്കിരുന്ന പരശുരാമൻ്റെ കുടുംബത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് കാർത്തവീര്യാർജുനനെയും സൈന്യത്തിനെയും എല്ലാം ആക്രമിക്കാനായിട്ട് പരശുരാമൻ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാ റൈറ്റും പരശുരാമനുണ്ട്. ഇവിടെയാണ് ഒരു നായകനും പ്രതിനായകനും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു കഥ വായിക്കുമ്പോൾ ആരാണ് നായകൻ ആരാണ് പ്രതിനായകൻ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ്. പ്രതിനായകൻ അല്ലെങ്കിൽ വില്ലൻ സൈഡിൽ നിൽക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണ്, എനിക്ക് എൻ്റെ കാര്യമേ ഉള്ളൂ, എൻ്റെ ആഗ്രഹം സാധിക്കാനായിട്ട് എനിക്ക് ആരെ വേണമെങ്കിലും എന്തും ചെയ്യാം, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് എനിക്ക് എത്ര സൈന്യങ്ങളെ വേണമെങ്കിലും ദുരുപയോഗം ചെയ്യാം, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് എനിക്ക് ആരെ വേണമെങ്കിലും വഴിതെറ്റിച്ചു വിടാം. ആ എൻ്റെ ആഗ്രഹം ലോകനന്മ എന്നൊരു ചിന്തയില്ല. അങ്ങനെ ചിന്തിക്കുന്നത് ആരാണോ അവരെന്തെല്ലാം ന്യായീകരിച്ചാലും അവർ പ്രതിനായകന്മാരാണ്, വില്ലന്മാരാണ്. എന്നാൽ ഹീറോസ് എന്ന് പറയുമ്പോൾ ലോകനന്മ, ലോങ് റേഞ്ചിലായിട്ടുള്ള നന്മ, ആ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്താലും കുഴപ്പമില്ല, നന്മ നിലനിർത്തണം, എൻ്റെ പേഴ്സണലായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് മുകളിലായിരിക്കണം നന്മ എന്ന ചിന്തയുള്ളവനാണ് നായകൻ. ഇവിടെ പരശുരാമൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. പരശുരാമൻ എന്ത് ചെയ്തു? താൻ ആരാണെന്നുള്ളൊരു ബോധം അദ്ദേഹത്തിൽ ഉറപ്പിച്ചു. താൻ തന്നെയാകുന്നു നാരായണൻ. കണ്ണടച്ച് പരശുരാമൻ ധ്യാനിച്ച് മന്ത്രജപം നടത്തി. ആ ധ്യാനത്തിൻ്റെ പവർ കൊണ്ട് പരശുരാമൻ ആ 2 ബ്രഹ്മാസ്ത്രത്തിൻ്റെയും ഊർജം വലിച്ചെടുത്തു. ഈ ഊർജ്ജമെല്ലാം പരശുരാമൻ വലിച്ചെടുത്തുവെങ്കിൽ പോലും അത് ആ ഊർജ്ജം ഇങ്ങനെ പരശുരാമനിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്ത് കയറുന്നത് എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്ഭുതത്തിൽ. ഈ ഊർജ്ജം ഇങ്ങനെ കുറഞ്ഞ സമയം തന്നെ ലോകങ്ങൾക്കെല്ലാം ശമനം ഉണ്ടായി, സമാധാനം ഉണ്ടായി. അടുത്ത നിമിഷം ഈ 2 ബ്രഹ്മാസ്ത്രവും നിലത്ത് വന്ന് ഒരു ആയുധങ്ങൾ വന്ന് വീഴുന്നത് പോലെ വീണു. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇത് കണ്ടിട്ട് കാർത്തവീര്യാർജുനന് ദേഷ്യമായി. പരശുരാമൻ കണ്ണിങ്ങനെ തുറന്നു നിന്നപ്പോൾ ആ കണ്ണുകൾ 2ഉം ഇങ്ങനെ തിളങ്ങുന്നു, ചുമന്ന നിറത്തിൽ. ചുറ്റിനും നിന്നവർ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മാറി നിൽക്കാം എന്നും പറഞ്ഞ് കുറേ ആളുകൾ അപ്പം തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. കാരണം പരശുരാമൻ ഇതുകൂടെ ചെയ്തത് കണ്ടപ്പോൾ അവർക്ക് ഉള്ള കോൺഫിഡൻസ് എല്ലാം പോയി. ഈ കാഴ്ച കണ്ട് കാർത്തവീര്യാർജുനൻ ഇങ്ങനെ കലിപൂണ്ട് നിൽക്കുകയാണ്. പരശുരാമൻ ശാന്തമായി കാർത്തവീര്യാർജുനനെ നോക്കി. കാർത്തവീര്യാർജുനൻ്റെ ചൂടാമണി ആ സമയത്ത് പരശുരാമൻ കണ്ടു. ഈ ചൂടാമണി കാർത്തവീര്യാർജുനന്
പ്രതാപം നൽകുന്ന ഒന്നാണെന്നാണ് പറയുന്നത്, അധികാരം നൽകുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. അത്രത്തോളം പ്രശസ്തമായ ആ ചൂടാമണി പരശുരാമൻ കണ്ടു. എന്നാൽ അതിനു മുൻപ് അമ്പുടുങ്ങാത്ത ആവനാഴിയിൽ നിന്ന് ശാന്തമായി പരശുരാമൻ 2 അസ്ത്രങ്ങൾ എടുത്തു. എന്നിട്ട് ഈ 2 അസ്ത്രങ്ങൾ ഒരുമിച്ച് വില്ലിൽ തൊടുത്തു വെച്ചു. എന്നിട്ട് ഒരുമിച്ച് ഈ 2 അസ്ത്രങ്ങൾ നെയ്തു. എന്നിട്ട് അപ്പോഴും ശാന്തമായി പരശുരാമൻ അവിടെ നിൽക്കുകയാണ്. എല്ലാവരും ചുറ്റിനും നോയിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താ 2 അസ്ത്രങ്ങൾ പല ദിശയിലോട്ട് പോകുന്നത്? അങ്ങനെ കറങ്ങി ഈ അസ്ത്രം കാർത്തവീര്യാർജുനൻ്റെ രഥത്തിനുള്ളിലോട്ട് കയറി കാർത്തവീര്യാർജുനൻ്റെ 2 സൈഡിൽ കൂടെ ഇങ്ങനെ പോയി കാർത്തവീര്യാർജുനൻ്റെ 2 കാതുകൾ എടുത്തുകൊണ്ടങ്ങ് പോയി. കാർത്തവീര്യാർജുനൻ പെട്ടെന്ന് ചെവി അങ്ങ് പൊത്തിപ്പിടിച്ചു. നോക്കിയപ്പോൾ 2 കാത് എടുത്തുകൊണ്ടങ്ങ് പോയി. ആ കാതിൽ കുണ്ടലങ്ങളും ഉണ്ടായിരുന്നു. പരശുരാമൻ ഇപ്പോഴും ഒരു ഭാവമാറ്റവുമില്ലാതെ പുരികം ചുളിച്ച് ശാന്തനായി ഇങ്ങനെ നിൽക്കുന്നു. കാർത്തവീര്യാർജുനൻ ഈ ഒരു അനുഭവം ഉണ്ടായപ്പോഴത്തേക്കും പകച്ചു, അന്താളിച്ചു പോയി. സാക്ഷാൽ രാവണനെ പരാജയപ്പെടുത്തിയവനാണ് കാർത്തവീര്യാർജുനൻ. എത്ര യുദ്ധങ്ങൾ ജയിച്ചേക്കുന്നു. തനിക്ക് നേരെ നിൽക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. ഇതെന്താണ് സംഭവിക്കുന്നത്? ഒന്നും അറിയാൻ വയ്യല്ലോ. അങ്ങനെ കാർത്തവീര്യാർജുനൻ്റെ മനസ്സ് പിടയ്ക്കാൻ തുടങ്ങി. മനസ്സ് പിടച്ചു തുടങ്ങിയപ്പോൾ കാർത്തവീര്യാർജുനൻ തൻ്റെ എല്ലാമായ തൻ്റെ ഗുരുവും തൻ്റെ ശക്തിയുടെ സ്രോതസ്സും തൻ്റെ എല്ലാമായ ദത്താത്രേയനെ മനസ്സിൽ സങ്കല്പിച്ചു. ഈ ദത്താത്രേയൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം മഹാന്മാരിൽ മഹാനാണ്, ഒരു വലിയ ഗുരുവാണ് അദ്ദേഹം. ദത്താത്രേയ മഹർഷിയിൽ മഹാദേവനും മഹാവിഷ്ണു ഭഗവാനും ബ്രഹ്മാവും ഉണ്ട്. ഒരു ശതമാനക്കണക്ക് പറയുകയാണെങ്കിൽ 25% ബ്രഹ്മാവ്, 25% മഹാദേവൻ, 50% മഹാവിഷ്ണു ഭഗവാൻ. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ, ആ ദത്താത്രേയ മഹർഷിയിൽ നിന്ന് ഒരുപാട് വരദാനങ്ങൾ ലഭിച്ച ആളാണ് സഹസ്രഭുജനായിട്ടുള്ള കാർത്തവീര്യാർജുനൻ. പക്ഷേ എത്ര ധ്യാനിച്ചിട്ടും മനസ്സിൽ ദത്താത്രേയൻ തെളിഞ്ഞു വരുന്നില്ല. മറ്റത് എപ്പോൾ ധ്യാനിച്ചാലും മനസ്സിൽ അപ്പോൾ തന്നെ കാർത്തവീര്യാർജുനന് ദത്താത്രേയനെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ദത്താത്രേയനെ കാണുന്നില്ല. ദത്താത്രേയൻ തന്നെ ഉപേക്ഷിച്ചു എന്ന് കാർത്തവീര്യാർജുനൻ മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? കാർത്തവീര്യാർജുനന് ദത്താത്രേയൻ ഒരുപാട് വരദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു വരദാനം എന്താണെന്നറിയോ? എത്ര സമ്പത്തെടുത്ത് ചിലവാക്കിയാലും, എത്ര ആളുകൾക്ക് എത്ര സമ്പത്തെടുത്ത് കണ്ണടച്ച് ദാനം ചെയ്താലും കാർത്തവീര്യാർജുനന് സമ്പത്തിനൊരു കുറവും ഉണ്ടാവില്ല എന്നൊരു വരദാനം കാർത്തവീര്യാർജുനനുണ്ട്. അതിരുന്നിട്ടാണ് ജമദഗ്നി മഹർഷിയുടെ അടുത്ത് പോയി കാമധേനുവിനെ മോഷ്ടിച്ചുകൊണ്ട് വന്നതും ജമദഗ്നി മഹർഷിയുടെ കൂടെ കാർത്തവീര്യാർജുനൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ജമദഗ്നി മഹർഷിയെ ആക്രമിച്ചതും. ആ ഒരു തെറ്റ് ഒരു വലിയ തെറ്റാണ്. അതുകൊണ്ട് ദത്താത്രേയൻ കാർത്തവീര്യാർജുനനെ വിട്ടുപോയി എന്ന് കാർത്തവീര്യാർജുനൻ മനസ്സിലാക്കുകയാണ്. പകച്ച് തൻ്റെ രഥത്തിൽ ഇങ്ങനെ നിന്ന സമയം പരശുരാമൻ മനസ്സിലാക്കിയാണ് യോദ്ധാവ് പരിഭ്രമപ്പെടുന്നു. ഇപ്പോൾ വേണമെങ്കിൽ പരശുരാമൻ ഒരു അസ്ത്രം ചെയ്താൽ കാർത്തവീര്യാർജുനനെ അവിടെ തീർക്കാം. പക്ഷേ പരശുരാമൻ തൻ്റെ വില്ല് താഴ്ത്തി. എന്നിട്ട് ഉറക്കെ വിളിച്ചു, കാർത്തവീര്യാർജുന, എന്താ നീ കാണിക്കുന്നേ? യുദ്ധഭൂമിയിൽ പരിഭ്രമപ്പെട്ട് നിൽക്കുന്നോ? ശരിയായിട്ടുള്ള കാര്യമല്ല. യുദ്ധഭൂമിയിൽ പോരാടണം. യുദ്ധഭൂമിയിൽ പോരാടുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല. ഓരോ ആളുകൾക്കും അവർക്ക് ചെയ്ത കർമ്മത്തിനുള്ള ഫലം മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലാതെ മറ്റാരും ചെയ്തു വെച്ചേക്കുന്നതിൻ്റെ അല്ല നീ അനുഭവിക്കുന്നത്. നീ ചെയ്ത മഹത്കരമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടും നിൻ്റെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ടും നിനക്ക് മഹാനായ ദത്താത്രേയനെ നിൻ്റെ ഗുരുവായും എല്ലാമായും ലഭിച്ചു. ദത്താത്രേയനിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങളും വരദാനങ്ങളും നിനക്ക് ലഭിച്ചു. എന്നാൽ എൻ്റെ ഗുരുവായ എൻ്റെ പിതാവിനെ നീ ആക്രമിച്ചതോടുകൂടി നീ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. ആ തെറ്റിൻ്റെ ഫലം അതുമാത്രമാണ് നീ ഇവിടെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഏറ്റുവാങ്ങിക്കോളൂ. എന്നിട്ട് ഇങ്ങനെ ധൈര്യത്തോടെ പറഞ്ഞിട്ട് പരശുരാമൻ തൻ്റെ വില്ലുയർത്തി മിന്നൽ വേഗത്തിൽ ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം പോയി കാർത്തവീര്യാർജുനൻ്റെ ചൂടാമണി അറുത്തെടുത്ത് ആ ചൂടാമണി തിരിച്ചു കൊണ്ടുവന്ന് പരശുരാമൻ്റെ കയ്യിൽ കൊടുത്തു. ഇതുകൂടെ ആയപ്പോഴത്തേക്കും കാർത്തവീര്യാർജുനന് മനസ്സിലായി, ഓക്കെ, ഇനി മേലും കീഴും നോക്കിയിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. ഉള്ള ധൈര്യമെല്ലാം സംഭരിച്ച് കാർത്തവീര്യാർജുനൻ ആയുധങ്ങളെടുത്തു. കാരണം എന്താണ്? ആ ചൂടാമണി അറുത്തെടുത്തതോടുകൂടി കാർത്തവീര്യാർജുനൻ്റെ പ്രതാപം നശിച്ചു. അപ്പം ഇനി മേലും കീഴും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് തൻ്റെ രഥത്തിൽ നിരത്തി വെച്ചേക്കുന്ന എല്ലാ ആയുധങ്ങളും തൻ്റെ 1000 കൈകളിൽ എടുത്തെടുത്ത് മിന്നൽ വേഗത്തിൽ പരശുരാമന് നേരെ എറിഞ്ഞു. തൃശൂലമെറിഞ്ഞു, വേലെറിഞ്ഞു, കുന്തമെറിഞ്ഞു, ചക്രങ്ങളെറിഞ്ഞു, വാളെറിഞ്ഞു, അസ്ത്രങ്ങൾ എയ്തു, ഗദകളെറിഞ്ഞു, പോർക്കോടാലികൾ എറിഞ്ഞു. എന്തെല്ലാം കൈ കിട്ടുമോ അതെല്ലാം പരശുരാമന് നേരെ വാരിയെടുത്ത് എറിയുകയാണ്. ഇനി ഒന്നുമില്ല, ഇനി ജയിക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രം. കൈ കിട്ടുന്ന എല്ലാം എറിഞ്ഞു. പരശുരാമൻ എന്നിങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് ആ വില്ല് ഉയർത്തി ഇങ്ങനൊരു പിടുത്തം, അവിടെ
ഉറപ്പിച്ച് നിർത്തിയിട്ട് ചറപറ അസ്ത്രങ്ങൾ ചെയ്തു. അതായത് കൈ ഇങ്ങനെ പോകുന്നതും അസ്ത്രം എടുക്കുന്നതും വലിക്കുന്നതും ഒന്നും ആരും കാണുന്നില്ല. ഇടത്തെ കൈ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നു, വലത്തെ കൈ മിന്നൽ വേഗത്തിൽ ചലിക്കുന്നു. വില്ലിൽ നിന്ന് അസ്ത്രങ്ങൾ ഇങ്ങനെ തുരുതുരാ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ അസ്ത്രങ്ങളെല്ലാം കാർത്തവീര്യാർജുനൻ എറിഞ്ഞ ആയുധങ്ങളെ തകർത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. സൈഡിൽ നിന്ന് നോക്കുന്ന ആളുകൾ കാണുന്ന കാഴ്ച, കാർത്തവീര്യാർജുനൻ എറിയുന്ന ആയുധങ്ങളെല്ലാം ഒരു സ്ഥലം വരെ എത്തുന്നുള്ളൂ. അവിടെ നിന്ന് പരശുരാമൻ്റെ അസ്ത്രങ്ങൾ തടഞ്ഞു നിർത്തി ആ ആയുധങ്ങളെല്ലാം പല കഷ്ണങ്ങളായിട്ട് തകർത്ത് വിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും തകർന്നതിൻ്റെ ഒരു കൂമ്പാരം അവിടെ പരശുരാമൻ സൃഷ്ടിച്ചു. എന്നിട്ട് പരശുരാമൻ അതും തട്ടിമാറ്റി മുമ്പോട്ട് കയറി നിന്ന നിപ്പിൽ ഇനി എന്ത് സംഭവിക്കാം? രണ്ടുപേരും രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. കാർത്തവീര്യാർജുനൻ നോക്കിയപ്പോൾ തൃശൂലങ്ങൾ കണ്ടു. ഒരു തൃശൂലവും കൂടെ എടുത്ത് പരശുരാമന് നേരെ എറിഞ്ഞു. പരശുരാമൻ ആ തൃശൂലവും മുറിച്ചിട്ടു. കാർത്തവീര്യാർജുനൻ ഉടനെ തന്നെ ഇനി ദിവ്യാസ്ത്രങ്ങൾ മാത്രം. ഒരു ശക്തമായ വില്ല് കയ്യിലെടുത്തു. വില്ലെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ വില്ലാണ്. ആ വില്ലിലോട്ട് അസ്ത്രമെടുത്തു വെച്ചു, മന്ത്രജപം നടത്തി ഞാണ് പുറക്കോട്ട് വലിച്ചപ്പോൾ ആ വില്ലും ഞാണും അമ്പും കൂടെ നിന്ന് കത്താനൊരുങ്ങി. ഇതങ്ങ് ഏതു ആഗ്നേയാസ്ത്രമായിരുന്നു. അളക്കാൻ പറ്റാത്ത അഗ്നിജ്വാലയോടുകൂടി ഈ ആഗ്നേയാസ്ത്രം പരശുരാമനെ ലക്ഷ്യമാക്കി പൊക്കോണ്ടിരുന്നപ്പോൾ പരശുരാമൻ വാരുണാസ്ത്രം പ്രയോഗിച്ച് ആഗ്നേയാസ്ത്രത്തെ ശമിപ്പിച്ചു. ഇപ്പോഴും പരശുരാമൻ ശാന്തനായി നിൽക്കുകയാണ്. രാജാവ് ഉടനെ ക്രോധത്തോടുകൂടി അലറി. അത് കണ്ടപ്പോൾ പരശുരാമനും ക്രോധമായി. രാജാവ് ഗന്ധർവാസ്ത്രം പ്രയോഗിച്ചു പരശുരാമന് നേരെ. പരശുരാമൻ ഗന്ധർവാസ്ത്രത്തെ വായവ്യാസ്ത്രം കൊണ്ട് തടഞ്ഞു. അങ്ങനെ വീണ്ടും ഇവർ പരസ്പരം ഇങ്ങനെ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റിലും നിൽക്കുന്ന ആളുകൾക്ക് മന്ത്രങ്ങളുടെ ജപങ്ങൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കാം. അസ്ത്രങ്ങൾ വില്ലിൽ രൂപപ്പെടുന്നു. ബഹുവർണ്ണത്തിലുള്ള, പല ഊർജത്തിലുള്ള, പല പ്രഭാവമുള്ള ദിവ്യാസ്ത്രങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ, ഈ സൈനികരെല്ലാവരും അവരുടെ ചെവി പൊത്തി കണ്ണിങ്ങനെ അടച്ചു പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇവരയക്കുന്ന അസ്ത്രങ്ങളെല്ലാം അത്രയും ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങൾ. എന്തെല്ലാം അസ്ത്രങ്ങൾ കാർത്തവീര്യാർജുനൻ പ്രയോഗിക്കുന്നുവോ അവയെല്ലാം പരശുരാമൻ തകർത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം കാർത്തവീര്യാർജുനൻ ഉടനെ തന്നെ പരശുരാമന് നേരെ നാഗാസ്ത്രം പ്രയോഗിച്ചു. ഭീകരമായിട്ടുള്ളൊരു സർപ്പം പരശുരാമനെ ലക്ഷ്യമാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയം പരശുരാമൻ അവിടെ ഗരുഡാസ്ത്രം പ്രയോഗിച്ച് നാഗാസ്ത്രത്തെ ന്യൂട്രലൈസ് ചെയ്തു. ഇതൂടെ ആയപ്പോൾ പരശുരാമൻ ഈ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തത് കണ്ടുടനെ കാർത്തവീര്യാർജുനൻ്റെ നിയന്ത്രണം വീണ്ടും വിട്ടു. കാർത്തവീര്യാർജുനൻ ഈ വില്ലങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ മാറ്റി വെച്ചിരുന്ന ഒരു പെട്ടിക്കുള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ആയുധമെടുത്തു. ബഹുവർണ്ണത്തിൽ തിളങ്ങുന്ന ദിവ്യമായിട്ടുള്ളൊരു തൃശൂലമായിരുന്നു. ദത്താത്രേയൻ കാർത്തവീര്യാർജുനന് നൽകിയ തൃശൂലം. ഈ തൃശൂലമെടുത്ത് കാർത്തവീര്യാർജുനൻ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. ഈ മന്ത്രജപത്തിൻ്റെ പ്രഭാവത്തിൽ ഈ തൃശൂലം അങ്ങോട്ട് ചുട്ടുപഴുക്കുന്ന കളറിലായി. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഊർജം ഈ തൃശൂലത്തിൽ നിറച്ചു. എന്നിട്ട് ആ തൃശൂലമെടുത്ത് കാർത്തവീര്യാർജുനൻ നല്ല ഭാരം പേറുന്ന രീതിക്ക് പരശുരാമന് നേരെ എറിഞ്ഞു. മിന്നൽ വേഗത്തിൽ ആ തൃശൂലം വന്ന് പരശുരാമൻ്റെ നെറ്റിയിലടിച്ചു. പരശുരാമൻ ബോധം കെട്ട് വീണു. ഈ വീഴുന്ന സമയത്ത് ഈ ബോധം മറയുന്ന സമയമുണ്ടല്ലോ, ആ ബോധം മറയുന്ന സമയം പരശുരാമൻ മഹാവിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു. ഉടനെ തന്നെ ഒരു ശബ്ദം കേട്ടു, പരശുരാമ. ആ ശബ്ദം കേട്ട് പരശുരാമൻ പതുക്കെ കണ്ണു തുറന്നു. പതുക്കെ കണ്ണു തുറക്കാൻ പറ്റുന്നുള്ളൂ, കാരണം അത്രത്തോളം എഫക്റ്റാണ് ഉണ്ടായത്. ഉള്ള ഊർജം വെച്ച് പരശുരാമൻ പതുക്കെ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച 3 വെളിച്ചമാണ്. ഒരു വെളിച്ചം ബ്രഹ്മദേവനാണ്. മറ്റൊരു വെളിച്ചത്തിൽ നിന്നൊരു രൂപം മുന്നോട്ടേക്ക് നടന്നു വന്നു. പരശുരാമന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. നീല നിറം, ചതുർഭുജത്തിൽ ശംഖുചക്ര ഗദാപത്മങ്ങൾ ധരിച്ചേക്കുന്നു. അദ്ദേഹം മഞ്ഞ നിറത്തിലെ ധോത്തിയാണ് എടുത്തേക്കുന്നത്. ദേഹത്ത് ഉത്തരീയമിട്ടിട്ടുണ്ട്. നല്ല ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. ആ ആഭരണത്തിൽ കൗസ്തുഭവുമുണ്ട്, വനമാലയുമുണ്ട്. ഇടനെഞ്ചിലായി മനോഹരമായൊരു മറുക്. മുഖത്തോ ഇതിനെക്കാട്ടിയും വലിയ സൗന്ദര്യം ഉണ്ടോ എന്ന് ചിന്തിക്കുകയല്ല, ഇതിനപ്പുറം ഒരു സൗന്ദര്യം ഇല്ല എന്ന് ഉറപ്പ് വരുന്ന രീതിക്കുള്ളൊരു ചിരിയും. സൂര്യസ്പർദ്ധ കിരീടവും ധരിച്ചു നിൽക്കുന്ന സാക്ഷാൽ നാരായണനെ കണ്ടു. മഹാവിഷ്ണു ഭഗവാൻ നിൽക്കുന്നു. തൊട്ട് നടുക്കുള്ള ആ ഒരു ദിവ്യമായിട്ടുള്ള ജ്യോതിയിൽ നിന്ന് ഒരു കൈ പരശുരാമൻ്റെ അടുത്തേക്ക് വന്നു. ആ കൈ എന്ന് പറയുമ്പോൾ കർപ്പൂര നിറമായിരുന്നു. കർപ്പൂര നിറമുള്ള കയ്യിൽ രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടായിരുന്നു. കൈ കുറച്ചുകൂടെ അടുത്തോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ഈ കയ്യിലും ഈ ഭാഗത്തും രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ട്. അവിടെ ഒരു നാഗത്തെയും കണ്ടു. വീണ്ടും അടുത്തോട്ട് വന്നപ്പോൾ വിരിഞ്ഞ നെഞ്ച്, ഭൂമിയെ മുഴുവനും ഈ 14 ലോകങ്ങളെ താങ്ങിയാലും അദ്ദേഹത്തിനൊരു പ്രശ്നവുമില്ല.
സ്ഫടികം പോലെ തോന്നിക്കുന്ന നിറം. കഴുത്തിലാകട്ടെ സ്വർണ്ണ നിറത്തിലുള്ളൊരു നാഗം 3 ചുറ്റായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുണ്ടലങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ആ മുഖം അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ശാന്തത ആ മുഖം കാണുന്ന ഒരാൾക്കുണ്ടാവും. അത്രത്തോളം ശാന്തമായൊരു ഭാവം. നല്ലൊരു പുരികം, നെറ്റിയിൽ ത്രിപുണ്ഡ്രം, 3-മതൊരു കണ്ണ്, അഗ്നിസമാനമായ ജട, ആ ജടയിൽ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രക്കല. അദ്ദേഹം ആനത്തോല് പുതച്ചിട്ടുണ്ട്, പുലിത്തോല് ഉടുത്തിട്ടുണ്ട്. പരശുരാമന് നേരെ ഒരു കൈ നീട്ടുന്നുണ്ട്, മറ്റേ കൈയിൽ അദ്ദേഹം വലിയൊരു ത്രിശൂലവും ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴുത്ത് നീല നിറത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ മനോഹരമായി അനങ്ങാനൊരുങ്ങി. അദ്ദേഹം ജപിക്കുകയാണ്. എന്താണ്? മൃതസഞ്ജീവനി വിദ്യ. ആ മൃതസഞ്ജീവനി വിദ്യയിലൂടെ പരശുരാമനെ മഹാദേവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. മഹാദേവൻ പറഞ്ഞു, പരശുരാമ എഴുന്നേക്ക്, നിൻ്റെ കർമ്മം പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം പരശുരാമൻ കണ്ണു തുറന്ന് ചാടിയങ്ങ് എഴുന്നേറ്റു. എഴുന്നേറ്റ് നിൽക്കുന്ന നിപ്പ് കണ്ടപ്പോൾ ചുറ്റിനുള്ള ആളുകൾ പേടിച്ച് വീണ്ടും ദൂരോട്ട് പോയി. പരശുരാമൻ ഇങ്ങനെ വീണ് കിടക്കുന്ന കണ്ടപ്പോൾ കുറേ പേർ അടുത്തോട്ട് വന്നതാണ്. അവർ പല ദിശയിലോട്ട് ഓടി. പരശുരാമൻ ഉടനെ മനസ്സിൽ മന്ത്രം ജപിക്കാനൊരുങ്ങി. മന്ത്രം ജപിച്ചപ്പോൾ പരശുരാമൻ്റെ ദേഹത്തൊരു കവചം രൂപപ്പെട്ടു. ആദ്യം ഒരു കവചമന്ത്രം ചൊല്ലിക്കൊടുത്തല്ലോ, ത്രൈലോക്യ വിജയ കവചം. ആ കവചമന്ത്രം തന്നെ ആയിരിക്കണം പരശുരാമൻ ഇപ്പോൾ ഉരുവിട്ടത്. ആ മന്ത്രജപത്തിൻ്റെ പ്രഭാവത്തിൽ പരശുരാമൻ ഇങ്ങനെ തിളങ്ങി. എന്തുകൊണ്ടാണ് പരശുരാമൻ ആ കവചം ഇട്ടതെന്നറിയോ? കാരണം അടുത്തത് പരശുരാമൻ പ്രയോഗിക്കാൻ പോകുന്നത് ഒരു സാധാരണ അസ്ത്രമല്ല. പരശുരാമൻ തൻ്റെ കയ്യിൽ ദിവ്യമായിട്ടുള്ള വില്ലെടുത്തു, മന്ത്രജപം തുടങ്ങിയപ്പോൾ ആകാശത്തിൽ അഗ്നിമയമുണ്ടായി. അന്തരീക്ഷത്തിൽ വായുവിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്രഭാവം ഉണ്ടായി. ആകാശത്തിൽ എന്തൊക്കെയോ രൂപമാറ്റം ഉണ്ടാകുന്നു. ഭൂമിയിൽ നിന്നൊരു ഊർജം വരുന്നു, ജലത്തിൽ നിന്ന് ഊർജം വരുന്നു, ചുറ്റിനുമുള്ള മൃഗങ്ങളെല്ലാം എന്തൊക്കെയോ ശബ്ദങ്ങളുണ്ടാക്കുന്നു, അവയിൽ നിന്നും ഊർജം വരുന്നു. അത്ര ജനങ്ങളിൽ നിന്നും അവിടെ നിൽക്കുന്ന അത്ര സൈനികരിൽ നിന്നും ഊർജം ഇങ്ങനെ വരുന്നു. ഊർജമെല്ലാം വന്ന് പശുപതിയുടെ അസ്ത്രമായ പാശുപതാസ്ത്രം പരശുരാമൻ ആവാഹിച്ചു. ഇപ്പോൾ ഒരു സംശയം വരും, പാശുപതാസ്ത്രം പ്രയോഗിച്ചുകൂടാന്നല്ലേ പറയുന്നേ? അർജുനൻ്റെ കയ്യിൽ പാശുപതാസ്ത്രം കൊടുത്തിട്ട് പ്രയോഗിക്കില്ലെന്നല്ലേ മഹാദേവൻ പറഞ്ഞത്? അത്യാവശ്യ ഘട്ടത്തിലേ പ്രയോഗിക്കാവുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അത് മഹാപാശുപതാസ്ത്രം. പരശുരാമൻ ഉപയോഗിക്കുന്നത് പാശുപതാസ്ത്രമാണ്, അർജുനൻ്റെ കയ്യിലുള്ളത് മഹാപാശുപതാസ്ത്രമാണ്. അപ്പോൾ പാശുപതാസ്ത്രത്തെ പരശുരാമൻ ആവാഹിച്ചു. പരശുരാമൻ പാശുപതാസ്ത്രമാണ് ആവാഹിച്ചതെന്ന് മനസ്സിലാക്കിയ ജ്ഞാനിയായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുറപ്പായിട്ടും പാശുപതാസ്ത്രത്തെ വണങ്ങിയേനെ. കാരണം അത്രത്തോളം മഹനീയമാണ് പാശുപതാസ്ത്രം. പാശുപതാസ്ത്രം നൽകിയതോ സാക്ഷാൽ പശുപതിയായ ശിവനും. അങ്ങനെ പരശുരാമൻ കാർത്തവീര്യാർജുനനെ ഉന്നം വെച്ച് പാശുപതാസ്ത്രം അയച്ചു. പാശുപതാസ്ത്രം കാർത്തവീര്യാർജുനനിൽ വന്ന് പതിച്ച ആ സമയം അവിടെ ഊർജത്തിൻ്റെ വലിയൊരു പ്രഭാവമുണ്ടായി. ആ ഊർജത്തിൻ്റെ പ്രഭാവം അവിടെ നിന്ന് മങ്ങിയപ്പോൾ ആളുകൾ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു. കാർത്തവീര്യാർജുനൻ നിന്ന സ്ഥലത്ത് സുദർശന ചക്രം നിന്ന് കറങ്ങുന്നു. ആ സുദർശന ചക്രം പെട്ടെന്ന് ഊർജത്തിൻ്റെ ഒരു വലിയ വലയം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് നേരെ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് പോയി. അതെ, കാർത്തവീര്യാർജുനൻ സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ്. ചുമ്മാതെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? കാർത്തവീര്യാർജുനൻ സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ്. അതാണ് ആ 1000 കൈകൾ സുദർശന ചക്രത്തിനെ സൂചിപ്പിക്കുന്നത് പോലെ. അതുപോലെ തന്നെ കാർത്തവീര്യാർജുനൻ എന്ന് പറയുന്നത് ഒരു സാധാരണ രാജാവ് എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. യാദവർക്ക് കീഴിൽ വരുന്ന ഹേഹേ രാജവംശത്തിലെ ഒരു രാജാവെന്ന് മാത്രം കാർത്തവീര്യാർജുനനെ പറഞ്ഞാൽ പറ്റത്തില്ല. കാർത്തവീര്യാർജുനനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, കാർത്തവീര്യാർജുനനെ ഉപാസിക്കുന്ന ആളുകളുണ്ട്. എന്തിനേറെ പറയുന്നു, കാർത്തവീര്യാർജുനന് ഒരു മന്ത്രം വരെയുണ്ട്. അങ്ങനെ കാർത്തവീര്യാർജുനനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് കാർത്തവീര്യാർജുനൻ്റെ മന്ത്രം ജപിക്കുന്നുണ്ട്, കാർത്തവീര്യാർജുനൻ്റെ സ്തോത്രമുണ്ട്, അത് ചൊല്ലുന്ന ആളുകളൊക്കെ ഉണ്ട്. ചില്ലറക്കാരനല്ല, സാക്ഷാൽ ദത്താത്രേയൻ്റെ അനുഗ്രഹത്തിൽ ജനിച്ച ആളാണ്. ഒരുപാട് വരദാനത്തോടു കൂടിയാണ് കാർത്തവീര്യാർജുനൻ ജനിച്ചത് തന്നെ. ചില്ലറക്കാരനൊന്നും അല്ലായിരുന്നു. അപ്പം ആ കാർത്തവീര്യാർജുനനെ പരശുരാമൻ അവിടെ വധിച്ചത് കണ്ട്, കാർത്തവീര്യാർജുനൻ്റെ കൈകളെല്ലാം അവിടെ വീഴ്ത്തിയത് കണ്ട കാർത്തവീര്യാർജുനൻ്റെ മക്കൾ 1 2 അല്ല 100 മക്കളുണ്ട് കാർത്തവീര്യാർജുനന്. ഈ 100 മക്കളിൽ ഓരോ ആളുകൾക്കും ഓരോ അക്ഷൗഹിണി സൈന്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ അക്ഷൗഹിണി സൈന്യം എന്ന് പറയുമ്പോൾ മൊത്തം 100 അക്ഷൗഹിണി സൈന്യം. അങ്ങനെ ഈ 100 അക്ഷൗഹിണി സൈന്യവുമായിട്ട് കാർത്തവീര്യാർജുനൻ്റെ 100 മക്കളും പരശുരാമനെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ പാഞ്ഞു വന്നു. പരശുരാമൻ 48 മിനിറ്റ് തൻ്റെ മഴു മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ യുദ്ധഭൂമിയിൽ ചുറ്റി നടന്നു.
അക്ഷൗണികളുടെയൊക്കെ നടുക്കോട്ട് ചാടി വീണ് ചുറ്റിക്കറങ്ങിയാണ് ആ പരശുരാമൻ്റെ ആക്രമണം. ഇതിനിടയിൽ ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട്. പരശുരാമൻ തൻ്റെ മഴുവീശി 48 മിനിറ്റ് കൊണ്ട് ഈ 100 അക്ഷൗഹിണിനെയും നാമാവിശേഷമാക്കി കാർത്തവീര്യാർജുനൻ്റെ 95 മക്കളെയും വധിച്ചു. 5 മക്കൾ മാത്രം യുദ്ധഭൂമിയിൽ നിന്ന് പേടിച്ചോടി. ആ പേടിച്ചോടിയ 5 മക്കളെന്ന് പറയുമ്പോൾ വൃഷൻ, വൃഷസ്യൻ, ശൂരൻ, ശൂരസേനൻ, ജയധ്വജൻ. ഇവർ 5 പേരും അവിടെ നിന്ന് ഓടി. 5 പേരും അവരവിടെ നിന്ന് ഓടുന്ന ഗ്യാപ്പിൽ അവരൊരു മലയുടെ മുകളിൽ എത്തിയപ്പോൾ ആ യുദ്ധഭൂമിയിലേക്ക് നോക്കുമ്പോൾ മിന്നൽ പോലെ തിളങ്ങുന്ന ആ ഒരു മഴവും വീശി പരശുരാമൻ ബാക്കിയുള്ള എണ്ണത്തിനെയും കൂടെ ഇങ്ങനെ തീർക്കുന്ന കാഴ്ച അവർക്ക് അവിടെ ദൂരെ നിന്ന് കാണാൻ കഴിഞ്ഞു. പരശുരാമൻ എന്ന് പറയുന്ന അഗ്നിയിൽ അവരെല്ലാവരും ഇല്ലാണ്ടായി പോകുന്നൊരു കാഴ്ച. അവർ 5 പേരും ഒരുമിച്ച് സഞ്ചരിക്കുന്നതിന് പകരമായി 5 പേരും അവിടെ വെച്ച് 5 വഴിക്ക് തിരിഞ്ഞിട്ട് ഹിമാലയ പർവ്വതത്തിന് കീഴിലുള്ള കാടുകളിൽ പോയി പേടിച്ചൊളിച്ചു. പരശുരാമനെ പേടിച്ചു പോയി ഒളിച്ചു. അങ്ങനെ പരശുരാമൻ ചുറ്റിനും നോക്കി വന്ന എല്ലാ എണ്ണത്തിനും തീർത്തു. കാർത്തവീര്യാർജുനനെ തീർത്തു. കാർത്തവീര്യാർജുനൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസംഖ്യ സൈനികരെയും രാജാക്കന്മാരെയും തീർത്തു. ജയിച്ചിരിക്കുന്നു. ജയിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ ഗുരുവിനെ കണ്ട് നന്ദി പറയണമല്ലോ, ഗുരുവിനെ കണ്ട് പ്രണമിക്കണമല്ലോ. ഉടനെ തന്നെ പരശുരാമൻ ആകൃതവ്രണനോട് പറഞ്ഞു. ആകൃതവ്രണൻ എന്നൊരാൾ പരശുരാമൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആകൃതവ്രണനും പരശുരാമനും കൂടെ ഒരുമിച്ച് വന്ന് നർമ്മദയുടെ തീരത്തിലെത്തി കുളിച്ച് ശുദ്ധമായി ജപമെല്ലാം കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ട് അവർ നേരെ കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ കൈലാസത്തിലെത്തിയപ്പോൾ അവിടെ വീണ്ടും മംഗളകരമായിട്ടുള്ള കാഴ്ചകൾ പരശുരാമൻ കാണുകയാണ്. അങ്ങനെ പരശുരാമൻ വന്നപ്പോൾ ഒരുപാട് പേർക്കും പരശുരാമനെ മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണ്, മഹാദേവൻ്റെ ശിഷ്യൻ ഇപ്പോൾ വേൾഡ് ഫേമസും കൂടെയാണ്. അങ്ങനെ പരശുരാമൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാദേവൻ ദക്ഷിണാമൂർത്തി ഭാവത്തിലിരിക്കുന്ന ആ ഒരു പേരാൽ വൃക്ഷം കണ്ടു. ആ ഒരു വൃക്ഷം കണ്ടു. ആ വൃക്ഷത്തിന് കീഴിൽ സിദ്ധന്മാരിരുന്ന് സംസാരിക്കുന്നുണ്ട്. മഹാദേവൻ ഇരിക്കുന്ന ആ വൃക്ഷത്തിന് കീഴിൽ സിദ്ധന്മാരിരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ മഹാദേവനെ അവിടെ കാണുന്നില്ല. പരശുരാമൻ വീണ്ടും കൈലാസത്തിലേക്ക് പോകുമ്പോഴത്തേക്കും കൈലാസത്തിൽ 4 കവാടങ്ങളുണ്ട്. ആ 4 കവാടങ്ങളിൽ കാവൽ നിൽക്കുന്നത് നന്ദികേശ്വര സ്വാമി, മഹാകാലൻ, വീരഭദ്രൻ, വികടോദരൻ, പിങ്കളാക്ഷൻ, വിരൂപാക്ഷൻ, വിശാലാക്ഷൻ, ഭൃംഗി, രിധി, മുഖൻ, അങ്ങനെ ഒരുപാട് ഗണപ്രമുഖന്മാരും ഭൂതഗണങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ ആ ഒരു കവാടത്തിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പരശുരാമൻ നന്ദികേശ്വര സ്വാമിയുടെ അടുത്തേക്ക് പോയി. അദ്ദേഹം നന്ദികേശ്വര സ്വാമിയോട് പറഞ്ഞു, എൻ്റെ ഉദ്ദേശിച്ച കാര്യം ഞാൻ സാധിച്ചു, അപ്പോൾ എനിക്ക് മഹാദേവനെ ഒന്ന് കാണണം. അപ്പോൾ നന്ദികേശ്വര സ്വാമി പറഞ്ഞു, സന്തോഷം, കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അകത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദികേശ്വര സ്വാമിയുടെ അനുവാദത്തോടു കൂടി പരശുരാമൻ അകത്തേക്ക് പ്രവേശിച്ചു. പരശുരാമൻ അകത്തേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മഹാദേവനും പാർവതി ദേവിയും ഇരിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ട് 2 പേരെ കണ്ടു. ആരൊക്കെയാ? സുബ്രഹ്മണ്യ സ്വാമിയും ഗണേശനും. അവരെന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് ഇരിക്കുകയാണ്, സഹോദരന്മാരെ. ഉടനെ തന്നെ പരശുരാമൻ അടുത്തെത്തിയ ഉടനെ സുബ്രഹ്മണ്യ സ്വാമി ശാന്തമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് മഹാദേവനെയും ഭഗവതിയെയും കണ്ട് തൊഴണം, ഞാൻ അതിനായിട്ടാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് പരശുരാമൻ ഉള്ളിലേക്ക് കയറാനൊരുങ്ങി. ഈ സമയം അവിടെ ഒരു ശബ്ദം കേട്ടു. സഹോദര, ഒന്ന് നിന്നാലും. ആരാണ്? ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാൻ പരശുരാമനെ സഹോദര എന്നാണ് വിളിച്ചത്. കാരണം എന്താണ്? മഹാദേവൻ പരശുരാമൻ്റെ ഗുരുവാണ്. ഇപ്പോൾ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെന്ന് പറയുമ്പോൾ പുത്രനെ പോലെ. മാത്രമല്ല മഹാദേവനും ദേവിയും ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടത്തിൻ്റെയും അച്ഛനും അമ്മയാണല്ലോ. അപ്പം അങ്ങനെ സഹോദരന്മാർ ആ രീതിക്ക് അഭിസംബോധന ചെയ്ത, സഹോദര അങ്ങ് ഒന്ന് നിന്നാലും ഇപ്പോൾ അങ്ങേക്കകത്തേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ ചെന്നൊന്ന് അവരെ പോയി കണ്ട് അവരുടെ അടുത്ത് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് അനുവാദം വാങ്ങിയിട്ട് അങ്ങേക്കകത്തേക്ക് പോവാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പരശുരാമൻ എന്തോ അത് അത്രയും ശരിയായിട്ട് തോന്നിയില്ല പറഞ്ഞത്. പരശുരാമൻ പറഞ്ഞ്, ഭഗവാൻ പരശുരാമനും ഗണപതി ഭഗവാനെ സഹോദര എന്ന് തന്നെ അഭിസംബോധന ചെയ്തു. സഹോദര, ഞാനിവിടെ വന്നേക്കുന്നത് ഭഗവാനെയും ഭഗവതിയെയും കണ്ട് തൊഴാനാണ്. ഭഗവാൻ ഏത് കാര്യത്തിനാണോ എന്നെ അനുഗ്രഹിച്ചത്, ഭഗവതി ഏത് കാര്യത്തിനാണോ എന്നെ അനുഗ്രഹിച്ചത്, ഞാനത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. കാർത്തവീര്യാർജുനനെയും കാർത്തവീര്യാർജുനൻ്റെ കൂടെയുള്ള അസംഖ്യം രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തോടു കൂടി ഞാൻ മുടിച്ചിരിക്കുകയാണ്. ആ ഒരു ലക്ഷ്യപ്രാപ്തി എനിക്കുണ്ടായത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ പോയി കണ്ട് തൊഴണം. ഞാൻ അവരെ ശല്യം ചെയ്യത്തില്ല, അവർ ഉറങ്ങിക്കോട്ടെ, ഞാൻ പോയി കണ്ട് തൊഴുതിട്ടിങ്ങ് വന്നോളാം, അത്രയേ ഉള്ളൂ, ഞാൻ ഒന്ന് കയറുവാണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഗണപതി ഭഗവാൻ പറഞ്ഞു, അല്ല, തൊഴുവണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ അച്ഛനും അമ്മയും ഒരുമിച്ചിരിക്കുന്ന സമയമാണ്.
അറിയാലോ, ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ അനുവാദമില്ലാതെ കയറി ചെല്ലുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇത് കേട്ടുടനെ പരശുരാമൻ ചിന്തിച്ചിതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പരശുരാമൻ പറഞ്ഞു, അല്ലേ ഭഗവാനെ, അങ്ങീ പറയുന്ന കാരണങ്ങളെല്ലാം മനോനിയന്ത്രണം ഇല്ലാത്തവർക്കുള്ള ബാധകമായിട്ടുള്ള കാര്യങ്ങളല്ലേ? അങ്ങ് അവരെ അച്ഛനും അമ്മയെന്നാണ് വിളിക്കുന്നത്. എനിക്കും അവരെൻ്റെ അച്ഛനും അമ്മയാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവനും അവരച്ഛനും അമ്മയാണ്. അപ്പോൾ അങ്ങ് കയറി പോകാമെന്നല്ലേ പറഞ്ഞു. അപ്പം എനിക്കും പൊക്കൂടെ? എൻ്റെ അച്ഛനും അമ്മയല്ലേ, എനിക്ക് അവരെ പോയി കാണാമല്ലോ. അതുകൊണ്ട് അങ്ങ് വഴി മാറിയാലേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. ഗണപതി ഭഗവാൻ ഇങ്ങനെ കയറി കുറുക്കിനൊരു നിപ്പങ്ങ് നിന്നു. ഞാൻ പോയി അനുവാദം എടുത്തിട്ട് പോയാൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്താ പ്രശ്നം? അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞു. പരശുരാമൻ അങ്ങോട്ട് ദേഷ്യം കയറി. പരശുരാമന് ദേഷ്യം കയറിയിട്ട് പരശുരാമനും ഗണപതി ഭഗവാനും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. അവർ വാക്ക് തർക്കങ്ങളായി. അങ്ങനെ ആയോ, അത്രയ്ക്കായോ, എങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പരസ്പരം ആക്രമിക്കാനായിട്ട് ഇങ്ങോട്ട് നേർക്ക് നേര് വന്നപ്പോൾ 2 കൈ വന്ന് അവരെ ഇങ്ങനെ തടഞ്ഞങ്ങ് നിർത്തി. പരശുരാമനെ ഒരു കൈ കൊണ്ടും ഗണപതി ഭഗവാനെ ഒരു കൈ കൊണ്ടും തടഞ്ഞങ്ങ് നിർത്തി. ഇവർക്ക് രണ്ടുപേരും മുന്നോട്ട് വരുന്നില്ല. ആരാ അവരെ എങ്ങനെ തടഞ്ഞു നിർത്തിയത്? സമസ്ത ദേവതകളുടെയും സേനയുടെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ആറുപടയപ്പൻ സുബ്രഹ്മണ്യസ്വാമിയാണ് തടഞ്ഞു നിർത്തിയായി. ആറുപടയപ്പൻ അവരെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയ സമയത്ത് അവർക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ സുബ്രഹ്മണ്യസ്വാമി അവരെ രണ്ടുപേരെയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇതെന്താ കാണിക്കുന്നത്? ചെയ്യുന്ന കാര്യത്തിൻ്റെ തീവ്രത എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കറിയോ? ഗുരുനാഥനാണ് അല്ലേ? ഗുരുനാഥനാണ്, അതുപോലെ തന്നെ സ്വാമിനാഥനാണ്, ജ്ഞാനോപദേശം കൊടുക്കുന്ന ആളാണ്. അവിടെയും അദ്ദേഹം ജ്ഞാനം കൊടുക്കാനാണ് ശ്രമിക്കുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ പരശുരാമനും ഗണപതി ഭഗവാനും ദേഷ്യം വന്നു. പരശുരാമൻ കയ്യിൽ കോടാലി എടുത്ത് അങ്ങ് ഓങ്ങി. കയ്യിൽ പരശു എടുത്തിങ്ങനെ പൊക്കിയത് കണ്ടപ്പോൾ ഗണപതി ഭഗവാന് ദേഷ്യം വന്നിട്ട് ഗണപതി ഭഗവാൻ ഒഴിഞ്ഞു മാറി തുമ്പിക്കൈ കൊണ്ട് പരശുരാമനെ ചുറ്റിയെടുത്ത് ഒരൊറ്റ ചാട്ടം. പരശുരാമൻ ഗണപതി ഭഗവാന്റെ തുമ്പിക്കൈയിൽ ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. കൈലാസത്തിൽ നിന്ന് പരശുരാമനെയും കൊണ്ട് ഗണപതി ഭഗവാൻ ഇങ്ങനെ പൊങ്ങുമ്പോൾ പരശുരാമൻ എല്ലാം ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഗണപതി ഭഗവാൻ പരശുരാമനെയും കൊണ്ട് മുകളിലോട്ട് 7 ലോകത്തിലോട്ടാണ് പോയത്. ഏതൊക്കെയാണ്? ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, തപോലോകം, ജനലോകം, ബ്രഹ്മലോകം. അങ്ങനെ 7 ലോകങ്ങളിൽ മേളിലോട്ട് പോയി. എന്നിട്ട് മോളിൽ കൊണ്ടുപോയിട്ട് ഗണപതി ഭഗവാൻ അവിടെ ഇട്ടൊരു 2 കറക്ക് കറക്കിയിട്ട് നേരെ വൈകുണ്ഠത്തിലോട്ട് പോയി. വൈകുണ്ഠത്തിലോട്ട് പരശുരാമനെ തുമ്പിക്കൈയിൽ ചുറ്റിപ്പിടിച്ച് ഗണപതി ഭഗവാൻ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയ സമയത്ത് മിക്കവാറും മഹാവിഷ്ണു ഭഗവാൻ അവിടെ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്താണ്? മഹാവിഷ്ണു ഭഗവാന്റെ സഹോദരിയുടെ മോൻ, മഹാവിഷ്ണു ഭഗവാന്റെ പെങ്ങളെ മോൻ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരത്തെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു. അപ്പം അദ്ദേഹം അതിങ്ങനെ നോക്കി കണ്ടിട്ടുണ്ടാവണം മിക്കവാറും. അപ്പം അദ്ദേഹം ഉറപ്പായിട്ടും അതിങ്ങനെ നോക്കി കണ്ടിട്ടുണ്ടാവണം. എന്നിട്ട് വൈകുണ്ഠത്തിൽ കൊണ്ടുപോയിട്ട് അടുത്ത എന്താണ് ഗണപതി ഭഗവാൻ ചെയ്തത്? മുകളിലോട്ടുള്ള 7 ലോകത്തിൽ കൊണ്ടുപോയി, വൈകുണ്ഠത്തിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഗണപതി ഭഗവാൻ ഒരു 2 ചുറ്റിയിട്ട് നേരെ താഴോട്ട് കുത്തനെ അങ്ങ് പോയി. മുകളിലത്തെ 7 ലോകം പോയല്ലോ, ഇനി താഴത്തെ 7 ലോകത്തിലോട്ട് പോവുകയാണ്. ഏതൊക്കെയാണ്? അതലം, വിതലം, സുതലം, മഹാതലം, തലാതലം, രസാതലം, പാതാളം വരെ കൊണ്ടുപോയി. പാതാളം വരെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തൂക്കിയെടുത്ത് വീണ്ടും ഒരു ജലാശയത്തിൽ കൊണ്ടുപോയി വെള്ളത്തിനടിയിലോട്ട് കൊണ്ടുപോയി. വെള്ളത്തിനടിയിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും ഗണപതി ഭഗവാൻ അച്ഛൻ്റെ ശിഷ്യനാണ്, അച്ഛൻ്റെ അനുഗ്രഹമുള്ള ആളാണ്, ഇതൊക്കെ ചിന്തിച്ച് എന്നിട്ട് വീണ്ടും ചുറ്റി കറക്കി തിരിച്ചു കൊണ്ടുവന്ന് എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ കൊണ്ടങ്ങ് നിർത്തി. എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാതെ പരശുരാമൻ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നു. ഗണപതി ഭഗവാൻ ഇങ്ങനെ പരശുരാമനെ നോക്കി നിൽക്കുന്നു. പരശുരാമനും ഗണപതി ഭഗവാനും നേർക്ക് നേർ. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ഈ ഒരു എപ്പിസോഡ് ഇടാനായിട്ട് കുറച്ചധികം ലേറ്റായിപ്പോയി, കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് അധികം വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് മാക്സിമം ഈ വരുന്ന ഞായറാഴ്ചയ്ക്ക് മുമ്പോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ